അപ്പോൾ ഹായ് ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്തെടുക്കണേണ്? അപ്പം നമ്മളെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കണേണ് കേട്ടോ, കടപ്പുറം വീട്ടിലേക്ക്. അമ്മറിഞ്ഞ ബാത്തുവിൻ്റെ മദ്രസ കഴിഞ്ഞിട്ട് ഇങ്ങനെ നടക്കണേണ്. നമ്മുടെ ഇവിടെ റോഡ് പണി നടക്കണേനെ. അപ്പോൾ ഇത് കൂടി ബസ് പോണില്ല. ഓട്ടോ കാത്തു നിന്നിട്ടാണെങ്കിൽ ഓട്ടോ കാണുന്നില്ല. അപ്പോൾ നല്ല ഇരുണ്ട് കുത്തി കണ്ട, നല്ല മഴക്കാറാണ് വെച്ചേറണം. അപ്പം ഞാൻ പിള്ളേരോട് പറഞ്ഞ് അവിടെ നിൽക്കലേ ഉണ്ടാവുള്ളൂ, നമുക്ക് പതുക്കെ നടക്കാമെന്ന് പറഞ്ഞിട്ട് നടന്നത് ഇപ്പോൾ വീടെത്താനായിട്ടാ. എൻ്റെ വീട്ടിൽ നിന്ന് തെക്കമാലപ്പുറം എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 10-25 മിനിറ്റിൻ്റെ വ്യത്യാസം ഉണ്ട് കേട്ടോ നമ്മൾ താമസിക്കുന്നിടത്തേക്ക്. ഒന്നും പറയണ്ട, ഇവരുടെ ബാഗുവേ, ഒരാളെ ബാഗിലേക്ക്, അമർമോൻ്റെ ബാഗിലേക്ക് ഞാൻ പാത്തൂൻ്റെ കൂടി ബുക്കാക്കിയിട്ട് കണ്ട. അമർമോനിക്ക് ഒരു 2 ബുക്ക് അതിൽ വെച്ച് കൊടുത്തിട്ട് ഒരു ബാഗ് അവൻ്റെ കയ്യിൽ കൊടുത്ത്. എന്നിങ്ങനെ ഇവർ രണ്ടുപേരും മാറ്റി മറിച്ചും ആ ബാഗ് ഇടും. അമർമോൻ്റെ ബാഗിൽ എല്ലാ ബുക്കും എല്ലാമായിട്ട് ഞാൻ പിടിച്ചേക്കണേ. നടന്ന് വരുമ്പോൾ ഇവരെ കൊണ്ട് എല്ലാം കൂടി പിടിക്കാൻ പറ്റൂല, വെയിറ്റ് കൊണ്ടിട്ട് അത്രയും നടക്കണ്ടേ. ഒരു 25 മിനിറ്റിൻ്റെ നടപ്പ് എന്തായാലും ഉണ്ട്. 25 മിനിറ്റ് കൂടിയാലേ കൂടുള്ളൂ, കുറയാൻ ചാൻസ് ഇല്ല ടൈം. അപ്പോൾ നടന്നിൻ്റെ റബ്ബി ഒന്നും പറയണ്ട. മഹിരി ബാങ്ക് വിളിച്ച് നമ്മൾ വീടെത്തില്ല. 6 മണിക്ക് 6:18 നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. സമയം ഇപ്പോൾ 7 മണിയാകാൻ പോകുന്നു. അപ്പോൾ 20-25 മിനിറ്റ് കൂടുതലില്ല. ഇനിയും കുറച്ചും കൂടി നടക്കാനുണ്ട് കണ്ടോ നമ്മളെ വീട്ടിലേക്ക്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും വേണ്ടില്ല. നമ്മൾക്ക് സ്കൂളിൽ നിന്ന് ഞാൻ ഇവിടെ നിന്ന് വിടും, നമ്മളെ വീട്ടിൽ നിന്ന് വിടും. എന്നിട്ട് സ്കൂള് വിട്ടേനിട്ട് ഇവർ നമ്മളെ എൻ്റെ വീട്ടിൽ തെക്കമാലപ്പുറത്ത് എൻ്റെ വീട്ടിൽ പോയിട്ടാണ് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ പിന്നെ അവർ മദ്രസയിൽ അവിടെ നിന്ന് പോകും. മദ്രസയിൽ പോയി കഴിഞ്ഞ് തിരിച്ച് ഇവരെ കൂട്ടാൻ പോകണ്ടേ. അപ്പം ഞാനിവിടെ നിന്ന് നമ്മളെ വീട്ടിൽ നിന്ന് ഞാനൊരു 3:15 ആകുമ്പോൾ ഇവിടെ നിന്ന് നടന്നു പോകും. വീട്ടിലേക്ക് പോയി ഇവരെയും വിളിച്ച് ഇങ്ങോട്ട് വന്ന സമയം ഉണ്ടായി കാണണം. ചില സമയത്ത് നമുക്ക് ഓട്ടോ കിട്ടും, പകുതി വെച്ചാണെങ്കിലും നമുക്ക് ഓട്ടോ കിട്ടും. അപ്പം നമ്മൾ ഓട്ടോക്ക് വരും. പക്ഷേ പ്രാവശ്യം ഇന്ന് ഓട്ടോ കിട്ടിയില്ല. ആകെ ഇത് പുറമൊക്കെ വേദന എടുക്കണേ. ബാഗും കൂടി തൂക്കിട്ടേ നമുക്ക് പുറവും കൂടി വേദന എടുക്കണം. എന്തായാലും വേണ്ടിയില്ല, നമ്മളിപ്പോൾ ഇവിടെ താമസിക്കാം. ഒരു 11 മാസത്തേക്കാളും നമ്മൾ എഴുതിക്കണം. അപ്പം നമ്മളിവിടെ വന്നിട്ട് 7 മാസമായി. 8, 9, 10, 11 4 മാസം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് മാറാം. ഇവിടെ നിന്ന് പെട്ടെന്നൊരു വീട് കിട്ടിയപ്പോൾ നമ്മൾ ഇങ്ങോട്ട് മാറിയതാണ്. നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത് താമസിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ റബ്ബേ, പെട്ടെന്ന് പറഞ്ഞാൽ പെട്ട അവസ്ഥയാണ്. കാരണം നമുക്ക് സ്കൂളും കളയാൻ പറ്റില്ല. സ്കൂളിൽ പോകുന്ന സുഖമാണ്, നമ്മുടെ വഴിയിൽ തന്നെ വണ്ടി വരും, പിള്ളേർ കയറി പോകും. പക്ഷേ നമുക്ക് മദ്രസയിലേക്ക് പറ്റണില്ല. ആകെ ബുദ്ധിമുട്ടാണ്. ഇവരെ കൊണ്ടുവരല്ലേ ഒട്ടും പറ്റണില്ല. മക്കളാണെങ്കിലും ഇടങ്ങേറായി പോണ്. ഇത്രയും നടക്കണ്ടേ അവർ. കാരണം മദ്രസയിൽ നിന്ന് വന്ന് മദ്രസയിലെ ഡ്രസ്സ് മാറ്റി ആ ബാഗും ബുക്കും വെച്ച് അപ്പം തന്നെ ഈ ബുക്കും സ്കൂളിലെ ബുക്കും ബാഗ് കൊടുത്ത് അപ്പം തന്നെ വേഗം ഡ്രസ്സ് മാറ്റി വരഞ്ഞണേ. ഒട്ടും പറ്റണില്ല. അമറേ പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഇരുട്ടാവുമ്പോൾ തന്നെ ഭയങ്കര പട്ടികളെ ശല്യമാണ്. മോനെ ഓടല്ലേ നടക്ക്, വലിയ വീണിട്ടുണ്ടെങ്കിൽ നല്ല ചെയ്യലുണ്ടാവും. റോഡ് കണ്ട. അപ്പോൾ ഇവിടെയാണെങ്കിൽ പട്ടികളെ ശല്യം എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നു എന്ത് പട്ടികളാണ്. നമുക്ക് ഒറ്റയ്ക്ക് എടുത്ത് വരാനൊന്നും പറ്റില്ല. കടിച്ചാകെ തിന്ന് ആശാക്കി കളയും നമ്മളെ. അമ്മാതിരി പട്ടികളാണ് കേട്ടോ ഇവിടെ. വടി കൈ പിടിച്ചോ. അപ്പോൾ പിന്നെന്താണ്, എല്ലാവരും ചായ കുടിയൊക്കെ തന്നെ ഇരിക്കണം. നമുക്ക് വീട്ടിൽ ചെന്നാലും പഠിക്കലാണ്. ആദ്യം തന്നെ മദ്രസയിൽ പഠിക്കണം. മദ്രസയിൽ 2 പഠിച്ച് എഴുതി അതൊക്കെ വോയിസൊക്കെ വിട്ട് കൊടുത്ത് ഉസ്താദിന് എഴുതിയതൊക്കെ വാട്സപ്പ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് സ്കൂളിലേക്ക് ഇരിക്കണം. സ്കൂളിൽ ഇപ്പോൾ ഇവർക്ക് റിവിഷൻ നടക്കുന്നതാണ്. അപ്പോൾ റിവിഷന് നടക്കണോണ്ട് അത് പഠിക്കാനും എഴുതാനും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ സ്കൂൾ തുറന്ന് 2-ാം മാസത്തിലേക്ക് കടന്നിട്ടുള്ളൂ. എന്നാൽ പോലും ഇഷ്ടം പോലെ പഠിക്കാനുണ്ട്. ഒരു സാധനം നടന്നു തന്നെ ഉണ്ടോ കണ്ട മറേ കണ്ട. ഭയങ്കര പട്ടിന്ന് വെച്ചാൽ ഇത് 1-2 അല്ലേ. അപ്പുറം അപ്പുറം സൈഡിൽ നിന്ന് വന്നത്. എൻ്റെ റബ്ബേ എന്തോരം പട്ടികളാണ്. ഒരു മനുഷ്യനും ഇല്ലേ പട്ടികളെ പിടിച്ചു നിർത്താനൊക്കെ. അപ്പം നമ്മൾ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും എന്താ പറയുക, എല്ലാവർക്കും ടാറ്റ.
അപ്പം നമ്മളെ ചാനലിൽ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. അപ്പം ഓക്കെ, ബായ്, ടാറ്റാ.